പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഇന്ന് വളരെ യാദൃശ്ചികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, തൻ്റെ ഉപരിപഠനം കഴിഞ്ഞ് വന്ന മകന് അച്ഛൻ നൽകിയൊരു സമ്മാനത്തിൻ്റെ കഥയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം ആകെ പൊടി പിടിച്ച് കംപ്ലൈൻ്റായി കിടന്നിരുന്നൊരു വാഹനമാണ് മകന് സമ്മാനമായി നൽകിയത്. അത് കണ്ട് മകൻ്റെ നെറ്റി ചുളിയുകയും അച്ഛനോട് അവൻ ഇത്രയും മോശപ്പെട്ടൊരു വസ്തുവാണോ അച്ഛ എനിക്ക് സമ്മാനമായി നൽകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞത്, മോനൊരു കാര്യം ചെയ്യ്, ആ വാഹനവുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് ഓരോരുത്തരും അതിന് നിശ്ചയിക്കുന്ന വില എന്താണെന്ന് അച്ഛനോട് വന്ന് പറയണം എന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മകൻ ആദ്യം ഈ വാഹനം ഒരു വാഹന വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോവുകയും ആ വാഹന വിൽപ്പനക്കാരൻ ആ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് 50,000 രൂപ വരെ വില കാണുകയും ചെയ്തു. അതിനുശേഷം ആ വാഹനം പൊളിച്ചു വിൽക്കുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ വില അന്വേഷിച്ചപ്പോൾ വെറും 10,000 രൂപയ്ക്ക് അദ്ദേഹം എടുക്കാമെന്നാണ് പറഞ്ഞത്. മൂന്നാമതായി ഈ മകൻ ചെയ്തത് തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റും പോസ്റ്റ് ചെയ്യുകയും ആ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ട് ആ വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന വാഹനപ്രേമികളായ ആളുകൾ ആ വാഹനത്തിന് 10 ലക്ഷം രൂപ വരെ വില കാണുകയും ചെയ്തു. ഇത് ഒറ്റ വാഹനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വാഹനത്തിൻ്റെ വില 10,000, 50,000, 10 ലക്ഷം. ഇതേ അവസ്ഥ തന്നെയാണ് നാം ഓരോരുത്തർക്കും ഉള്ളത്. നമുക്ക് വിലയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കടിച്ചു തൂങ്ങി ഒരിക്കലും നിൽക്കാൻ ശ്രമിക്കരുത്. നമുക്ക് വിലയുണ്ടാകും. ആ വില മനസ്സിലാക്കുന്ന, ആ വില മതിക്കുന്ന ആളുകളുമായി നമ്മൾ കൂടുതൽ സൗഹൃദത്തിൽ ഏർപ്പെടുകയും നമ്മളെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് നിർബന്ധമാണ്. അങ്ങനെ മതിപ്പ് സ്വയം മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം വില മനസ്സിലാക്കിക്കൊണ്ട് വിലയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. നന്ദി, നമസ്കാരം.